E-Master Digital Education App കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ ഡൗൺലോഡ് now. ജേട്ടൻ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ റാം മനോഹർ വേട്ടമ്പള്ളി ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണ കാര്യം ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡ് വെക്കുമ്പോൾ കാണാറുണ്ടെന്ന്. ശരിയല്ലേ? എന്താണെന്നറിയില്ല, വീണ്ടും അതായത് ഇവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ആണെന്ന് പറഞ്ഞിട്ടാണോ എന്നൊന്നും പറഞ്ഞൂടാ. റാം മനോഹർ വേട്ടമ്പള്ളി ഇവിടെ വീണ്ടും വന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അകത്തേക്ക് കേട്ടണോ വേണ്ടയോ? തീർച്ചയായിട്ടും കേട്ടണം അല്ലേ? അതും ഇത്തവണ പുള്ളിക്ക് ഒരു മോട്ടീവും കൂടി ഉണ്ട്. അതായത് പുള്ളി പറയുന്നത് വേൾഡ് റെക്കോർഡിന് വേണ്ടി മത്സരിക്കാൻ പോവാണ്, അതും ജയസൂര്യയുടെ സാന്നിധ്യത്തിൽ മത്സരിക്കണം. ഞാൻ സത്യത്തിൽ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാലേ ജയേട്ടനെ വരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഇനിയിപ്പോ കേറാൻ വേണ്ടി പറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്യണം? കൊറോണ വന്നിട്ട് നമ്മൾ പരിപാടി പൊളിക്കാനാണോ അതോ ഗംഭീരാക്കാനാണോ എന്നറിയില്ല. ഇത്തവണ വീണ്ടും വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ വേണ്ടി റാം മനോഹർ വേട്ടമ്പള്ളി സ്റ്റാർ മാജിക്കിന്റെ ഈ വേദിയിലേക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടില്ലല്ലോ, അതിനു വേണ്ടി മത്സരിക്കാനല്ലേ പോണേ? നമസ്കാരം. വേൾഡ് റെക്കോർഡ് കിട്ടിയതല്ല, അത് എഴുതിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇപ്പോഴും കളിയാക്കും പോലെ നിങ്ങൾ കളിയാക്കണ്ട. വേൾഡ് റെക്കോർഡ് അത് അതിനുവേണ്ടി മത്സരിക്കുക. അത് മാത്രമല്ല, അതിന്റെ അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വേൾഡ് റെക്കോർഡ് മേടിച്ചിട്ട് വരുന്ന വഴിയാണോ? പിന്നെ അനുവദിച്ചു, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് ലോണോ അനുവദിച്ചിട്ടില്ല. പുള്ളി വെറുതെ പഞ്ചിന് പറയാണ്, സത്യാവസ്ഥ അതല്ല. വേൾഡ് റെക്കോർഡിന് വേണ്ടി പുള്ളി മത്സരിക്കാൻ പോവാണ് ഈ വേദിയിൽ. നമ്മളായിട്ട് നമ്മളെ തന്നെ പൊക്കി പറയുന്നത് ശരിയല്ലല്ലോ, പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ എന്നെ വിളിച്ചായിരുന്നു. ഇപ്പൊ ഒരു ഓണത്തിന് ഞാൻ ഇതുപോലെ വന്നിരുന്നു. അപ്പൊ ഓണത്തിലല്ല, എല്ലാ പ്രാവശ്യവും ഇതുപോലെ വന്ന് എന്റെ ഈ ഫിഗർ അവർക്ക് കാണണം, കമ്പനിക്കും ജനങ്ങൾക്കും കാണണം. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം എന്നെ വിളിച്ചപ്പോ ഞാൻ ഈ തിരക്കുകൾ, ഞാനിപ്പോ ഇവിടെ അല്ല, ഞാൻ ദൂരെ നിന്ന് ലണ്ടനിൽ നിന്ന് വരികയാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് മലയാളം പറയാൻ പറ്റും? ലണ്ടനിൽ എവിടെയാണ്? ലണ്ടൻ മുക്കിൽ ജംഗ്ഷനിൽ. അപ്പൊ ഞാന് ഇടയ്ക്ക് കുറച്ച് ഫിഗറുകളൊക്കെ ഞാൻ ഇവിടെ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാല് എനിക്കതൊരു ഒരു വിഷമോറ്റല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഡിറ്റോ ഫിഗറാണ്. അല്ലല്ല, കാണുന്നവർക്കാണോ വിഷമം? എങ്ങനെയാണത്? കാണുന്നവർക്ക് അതാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ഡിറ്റോ ഫിഗർ ആവുകൊണ്ടാണ് എനിക്ക് ഈ അംഗീകാരം കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്ന് തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയി ഒന്ന് അടിച്ചു. അവിടുത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് വാങ്ങി, അത് വിട്, ആ കേസ് വിട്. അപ്പൊ ഞാൻ അതെടുത്ത് പറയാൻ വേണ്ടി വന്നതല്ല. അപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ എന്റെ ഒരു ഓണ സ്പെഷ്യൽ കുറച്ച് ഫിഗർ നിങ്ങളൊക്കെ ചെയ്ത് ഇതിനെ മിക്സഡ് ഫിഗർ ഷോ എന്നാണ് ഞാൻ പറയുന്നത്. അതും വേൾഡ് റെക്കോർഡിലേക്കുള്ള പെർഫോമൻസ്. ഞാനത് ഇവിടെ വന്ന് കിട്ടാൻ ഞങ്ങൾക്ക് അല്ല, ഞാനത് പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞോ. കുഞ്ഞു നാള് മുതൽ തന്നെ ഇങ്ങനെ വലിയൊരു ആഗ്രഹമായിരുന്നു? അയ്യോ, കുഞ്ഞുനാല് മുതല് ആഗ്രഹത്തിന്റെ അല്ല. ഞാന് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫിഗർ ഇതെല്ലാം അതിന്റെ സാമ്യമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അല്ലേ, അത് ഭയങ്കര സംഭവമാണ്. യഥാർത്ഥത്തില് ഞാൻ ചെയ്ത ഫിഗർ കണ്ടിട്ട് ചില ഡയറക്ടർമാർ പിന്നീട് കാണുമ്പോ എന്നെ കൊണ്ട് ജയിച്ചാലോ. അപ്പൊ പ്രിയദർശൻ സാറ് അമരീഷ് പുരി സാറിനെ കൊണ്ട് മറ്റേ വില്ലൻ ജയിച്ചല്ലോ. ഇപ്പൊ ആ സിനിമ കണ്ടിട്ട് അദ്ദേഹം പറയല്ലേ, ഇത് എന്നെ കൊണ്ട് ജയിച്ചാലോ. ഇത്തരത്തിലുള്ള പിന്നീട് അവർക്ക് അതിനുള്ള വിഷമങ്ങൾ തോന്നുന്നുണ്ട്. പിന്നെ കാലാപാനിയിലെ പിന്നെ ക്യാരക്ടർ, വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ, പിന്നെ സോമൻ സാറിനെ വെച്ചിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പകരം പുതുതായിട്ട് റീപ്ലേസ് ചെയ്യാൻ വരെ അദ്ദേഹത്തെ വിളിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായി. മനുഷ്യന്മാരുടെ ഫിഗർ മാത്രമേ ചെയ്യുള്ളൂ, മൃഗങ്ങളുടെ അങ്ങനെയൊക്കെ ചെയ്യൂ? ഞാൻ എന്തും ഇതിൽ സാധിക്കും എന്നാണ് മറ്റൊരു സത്യം. അത് ഏത് നടന്റെ ഫിഗർ ഞാൻ ചെയ്യും. പിന്നെ ഒച്ച്, പാറ്റ, ഓന്ത്, കാരണ എല്ലാ സംഭവം ചെയ്യും. അതിനാകുമ്പോ കോസ്റ്റ്യൂം വേണ്ട, മേക്കപ്പും വേണ്ട. അപ്പൊ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഞാൻ എന്റെ കുറച്ച് ഫിഗറുകൾ നിങ്ങളുടെ മുമ്പിൽ ചെയ്ത് കാണിക്കട്ടെ. ശരി, ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ഓൾ ദി ബെസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. കാരണം വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള പോരാട്ടമാണ്. അതും ഫ്ലവർ സ്റ്റാർ ഈ വേദി സാക്ഷ്യം വഹിക്കാൻ പോണത്. എന്തായാലും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഉണ്ടായിരിക്കും. എനിക്ക് വേണ്ടത് കയ്യടി. നിങ്ങൾ കൈയടിക്കും എന്നാലും ഞാൻ പറഞ്ഞു കൈ വേണമെങ്കിൽ അടിച്ചോ എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പൊ എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി ഷോ തുടങ്ങണം. അതിന് മുമ്പ് നമ്മുടെ ഈ ഷോയിലേക്ക് കടന്നു വന്ന ജയൻ സാറിനെ എന്റെ വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു. അപ്പൊ നമ്മളെ മാനേജർ അഖിൽ മാനേജർ സാർ, നമുക്കൊന്ന് അനൗൺസ് ചെയ്താലോ? തുടങ്ങിയാലോ? തുടങ്ങി. പ്രിയമുള്ളവരെ, വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ വേണ്ടി
റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന മാരത്തോൺ ഫിഗർ ഷോ ഇവിടെ ആരംഭിക്കുകയാണ്. മോളിവുഡ്, ജോളിവുഡ്, ഹോളിവുഡ്, പ്ലൈവുഡ് തുടങ്ങി എല്ലാവിധ സിനിമാ മേഖലയിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന വേൾഡ് റെക്കോർഡ് മാരത്തോൺ ഫിഗർ ഷോ. പ്രിയരെ, ആദ്യമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് ബോളിവുഡിൽ നിന്നും അമിതാഭ് ബച്ചൻ. പ്രിയരെ, നിങ്ങൾ ആവരും ഇത് ഫോട്ടോ എടുക്കരുത്, കാരണം ഡിറ്റോ ഫിഗർ ആണ്. നിങ്ങളുടെ കയ്യടിയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം. റാം മനോഹർ വേട്ടമ്പള്ളിയുടെ പ്രത്യേകതകൾ: ഷോർട്ട് ഫിലിം, ആൽബം, വെബ് സീരീസ്, ഹൗസ് പെയിന്റിംഗ്, റബ്ബർ ടാപ്പിംഗ്, സൺഷെയ്ഡ് കോൺക്രീറ്റ്, വീട്ടിലൂണ്, 60 രൂപ ബിരിയാണി, മൊബൈൽ പഞ്ചർ, വാനം വെട്ട്, വാനം തോണ്ടൽ തുടങ്ങിയ എല്ലാവിധ പരിപാടികളും സ്വന്തം കണ്ടനാടങ്ങൾ കൊണ്ടും കൈകൊണ്ടും ചെയ്യുന്ന തെക്കൻ കേരളത്തിലെ ഏക കലാകാരൻ റാം മനോഹർ വേട്ടമ്പള്ളി. റാം മനോഹർ വേട്ടമ്പള്ളി. തിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾ കാണുന്നത് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ ഇതാ നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന മാജിക്കൽ മാരത്തോൺ ഫിഗർ ഷോ. ലെറ്റ്സ് അമിതാഭ് ബച്ചൻ. കോഴി മസാല കോഴി മസാല. കോഴി മസാല. കോഴി മസാല. അല്ല, അങ്ങനെ ഒരു ഡയലോഗ് ആണല്ലോ അദ്ദേഹം പറയുന്നത്. കോഴി മസാല എന്നല്ലേ? അങ്ങനെ പറയുന്നില്ല. ഇല്ലേ? അയാൾ ഹിന്ദിയാ പറയണ, മലയാളം അല്ല. വേറെ ഹിന്ദി പറയാം. ഹിന്ദിയിലാണ് കോഴി മസാല എന്ന് പറയണത്. ഡോക്ടർ ഗോവർദ്ധൻ. ഏതായിരുന്നാലും ഹിന്ദി അല്ലേ ഇത്? ഹിന്ദിയിൽ പട്ടി കുറയ്ക്കണം ആദ്യമായിട്ട് കേൾക്കണം. പഞ്ചായത്ത് മുമ്പ് അവാർഡ് വാങ്ങിച്ചിട്ട് വന്നതല്ല ഞാൻ വേൾഡ് റെക്കോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ എല്ലാം സപ്പോർട്ടിങ് വേണം. എന്താണ് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന സാധനം? എന്താണത്? ഇത് മീശ. മീശയാണ്. ഞാൻ തിരക്കിൽ കഴിച്ചിട്ട് ഓടി വന്നത് എന്തോ. ഒന്ന് അനൗൺസ് ചെയ്തല്ലോ. അമിതാഭ് ബച്ചന്റെ സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം കിങ് ഖാൻ അഥവാ ഷാറൂഖ് ഖാൻ. ഞാൻ കിങ് കോങ് കേട്ടത്. പ്രിയമുള്ളവരെ, നിങ്ങളിത് കണ്ണു തുറന്നു കാണുവിൻ. ചരിത്ര മുഹൂർത്തത്തിനാണ് നിങ്ങൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. റാം മനോഹർ വേട്ടമ്പള്ളി തീൻമേശയിൽ ഡ്രസ്സുകൾ വാരിയിട്ട് നടത്തുന്ന തീൻമേശയിലെ ദുരന്തം, തീൻമേശയിലെ വിസ്മയം എന്ന പ്രോഗ്രാം ഇതാ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അടുത്തതായി കിങ് ഖാൻ ഷാറൂഖ് ഖാൻ. പ്രിയമുള്ളവരെ, ഈ ജൂലൈ ആദ്യവാരം മുതൽ റാം മനോഹർ വേട്ടമ്പള്ളി വിവാഹാലോചനകൾ ക്ഷണിക്കുന്നവരും നിങ്ങളെ സസന്തോഷം അറിയിപ്പിക്കുന്നു. ബാധ്യതയില്ലാത്ത പെൺകുട്ടികൾക്ക് മുൻഗണന. ഓ പറയണ വയലിൽ കണ്ടില്ലടാ, വയലിൽ കണ്ടില്ല. വയലിലല്ല ആദ്യം എടുത്ത് ബാഗിനകത്ത് വെച്ചത്. നിങ്ങൾ നോക്കണ്ട, കണ്ണു പറഞ്ഞ അങ്ങോട്ട്. വീട്ടിൽ നിന്ന് എന്റെ മാമൻ എന്തോ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നു. ഞാൻ എടുത്തോണ്ട് വരാം. ഉള്ള എടുത്തോണ്ട് കേറണ്ട. പാട്ടിട്ടോ. ആ പാടണം. പ്രിയമുള്ളവരെ, കിങ് ഖാൻ ഷാറൂഖ് ഖാൻ. लड़की थी दीवानी सी, एक लड़के पे वो मरती थी। नजरें झुका के शर्मा के गलियों से गुजरती थी। चोरी चोरी चुपके चुपके चिट्ठियां लिखा करती थी।
മാമി. മാമ അവിടെ ഉണ്ടാ? അവന്റെ ഒന്ന് കൊടു. എടാ 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 ഞാൻ മരുമോനാണേ. നിനക്ക് എന്തിന്റെ സൂക്കേടാണ്? നീ ഒന്ന് പറഞ്ഞു തന്നാണ്. ഞാൻ ഫിഗർ ഷോ ചെയ്ത് ജീവിക്കുന്നില്ല. എന്റെ കാര്യത്തിന് ഞാൻ എടുത്തോണ്ട് പറഞ്ഞ സാധനങ്ങൾ നീ എന്തിന്റെ അടുത്ത് മാറ്റുന്നത്? മാമന്റെ പേര് മൈക്കിൾ എന്നാണ്. എടാ മൈക്കിളെ, എടാ മൈക്കിളെ, നിനക്ക് എന്തിന്റെ സൂക്കേറാ മൈക്കിളെ? നിന്നെ ആരടാ ഓണത്തിന് വിളിച്ചത്? എടുത്ത് കട്ടൻ കാപ്പി ഇട്ടെന്ന് എന്റെ വയലിൻ. ദൈവമേ, അത് മഹത്തായ ഒരു സംഗീത ഉപകരണമാണ്. അത് പോട്ടെ, ഇത് ഞാൻ കൃഷ്ണന്റെ വേഷം ചെയ്യാനല്ലേ ഈ ഫ്ലൂട്ട്. ഇതിനിപ്പോ ഇതിന്റെ ആവശ്യമില്ല. അതാ നിനക്ക് എന്നെ കണ്ടപ്പോ അങ്ങനെ തോന്നിയാ? നീ വെപ്പ് വല്ല് നീ മാക്കേണ്ടി വരും. നീ വെപ്പ് വല്ല് നീ മാക്കേണ്ടി വരും. എന്റെ കൈ കൊണ്ട് നീ ചാവുകയും ചെയ്യും. കാണിക്കുന്ന ഒരു മര്യാദ അഖിലെ അത് പറയണ്ടേ? അഖിലെ അടുത്ത അനൗൺസ്. അടുത്തതായി നിങ്ങളുടെ മുന്നിലെത്തുന്നു മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ, വേഷപ്പകർച്ചകൾ കൊണ്ട് മലയാളികളെ അമ്പരിപ്പിച്ച ശ്രീ ജയസൂര്യ. അദ്ദേഹം ഇയ്യോബിന്റെ പുസ്തകം എന്ന ചിത്രത്തിലെ അണ്ണാ വെക്ക് മാറിയ അണ്ണാ ചെറിയൊരു സംശയം അണ്ണാ. ഇയ്യോബിന്റെ പുസ്തകം എന്ന ഞാൻ പറഞ്ഞു പ്രിയമുള്ളവരി, ഇയ്യോബിന്റെ പുസ്തകം എന്ന ചിത്രത്തിലെ അങ്കൂർ റാവുത്തർ എന്ന കഥാപാത്രവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ജയസൂര്യ. ഗസ്റ്റ് സീറ്റിൽ നിന്ന് അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ ഇത് അദ്ദേഹം തന്നെയാണോ എന്ന് നിങ്ങൾക്ക് സംശയം വരാം. ആരും വന്ന് കൂടെ നിന്ന് സെൽഫി എടുക്കാനോ ഫോട്ടോ എടുക്കാനോ മുതിരരുത് പ്ലീസ്. ഒരു ജാൻ വയറിനു വേണ്ടി റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്ന മാരത്തോൺ ഫിഗർ ഷോയാണ്. പ്രിയമുള്ളവരെ, ജൂലൈ ആദ്യവാരം മുതൽ റാം മനോഹർ വേട്ടമ്പള്ളിയുടെ കൊച്ചിനെ അങ്കമാടിയിൽ ചേർക്കുന്ന വിവരം നിങ്ങളെ സന്തോഷം അറിയിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വാക്സിൻ ബുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ വേട്ടമ്പള്ളിക്ക് ഒരു വാക്സിൻ ബുക്ക് ചെയ്ത് കൊടുക്കണം. പ്രിയമുള്ളവരെ, മൊബൈലിൽ 432 റബ്ബർ പിടിച്ചിട്ടേക്കാണ് OTP നമ്പർ വന്നിട്ട് ഒരു വിധത്തിൽ കാണാൻ. പ്രിയമുള്ളവരെ, എവിടെയെങ്കിലും ഇട്ടൊരു വാക്സിൻ അടിച്ചില്ലെങ്കിൽ ഒരു സമൂഹം തന്നെ നശിച്ചു പോകും. പ്രിയമുള്ളവരെ, അങ്കൂർ റാവുത്തറായി നിങ്ങളുടെ മുന്നിലെത്തുന്നു ശ്രീ ജയസൂര്യ. അണ്ണാ അവിടെ നിൽക്കലാണ് ആൾക്കാർ ഡബിൾ എന്ന് വിചാരിക്കും. പ്രിയമുള്ളവരെ, മൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ ഒരൊറ്റ ഉമ്മയിൽ വീണു. എടാ മൈക്കിളെ, ഞാൻ അങ്ങ് വരുമ്പോ നിന്നെ ഒന്ന് കാണണം. നീ പല്ലില്ലാതെ ഇരിക്കണം, എനിക്കൊന്ന് കാണണം കേട്ടാ. ഓക്കെ. ചിത്രത്തില് ലാലേട്ടൻ നമ്മുടെ സോമചേട്ടനോട് പറയുന്നൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ. അത് കേൾക്കാം. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അപകടത്തിൽ നിൽക്കുമ്പോ ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പല പല സംഭവങ്ങൾ വരും. പറയൂ ഞാൻ ഒന്നുമില്ല. നിങ്ങൾ ഈ പുറകിൽ മറ്റേ കയറിട്ടൊക്കെ തൂങ്ങിച്ചാൻ വേണ്ടിട്ടാണോ അതോ പോവാണോ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട വേണ്ടാന്ന്. ഞാൻ ഇങ്ങനെ ഒരു അപകടം മണത്തിരുന്നെങ്കിൽ ഞാൻ ആ ക്യാരക്ടർ പോലും ചെയ്യില്ല. പ്രിയമുള്ളവരെ, ഇത് പൊളിഞ്ഞങ്ങി പോട്ടെ. അടുത്തതായി നിങ്ങളുടെ മുന്നിലെത്തുന്നു റാം മനോഹർ വേട്ടമ്പള്ളി അവതരിപ്പിക്കുന്നു ജെയിംസ് കാമറൂൺ എന്ന സംവിധായകൻ ടൈറ്റാനിക് എന്ന ചിത്രത്തിലെ ലിയനാർഡോ ഡി കാപ്രിയോ അവതരിപ്പിച്ച ജാക്ക് എന്ന കഥാപാത്രവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നു റാം മനോഹർ വേട്ടമ്പള്ളി. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ലിയനാർഡോ ഡി കാപ്രിയോ ടൈറ്റാനിക് എന്ന ചിത്രത്തിലെ ജാക്ക് എന്ന കഥാപാത്രവുമായി പ്രിയമുള്ളവരെ, റാം മനോഹർ വേട്ടമ്പള്ളി ജൂലൈ ആദ്യവാരം മുതൽ വേട്ടമ്പള്ളിയിൽ നിന്ന് താമസം മാറുന്ന വിവരം നിങ്ങളെ സസന്തോഷം. ഒരു മനുഷ്യൻ എത്രയെന്നും പറഞ്ഞാണ് തള്ളക്കി വിളിയും കിട്ടി ഒരു നാട്ടിൽ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, അടുത്തതായി റാം മനോഹർ വേട്ടമ്പള്ളിയുടെ ജാക്ക്. കപ്പലെടുത്തോണ്ട് വേണ പാടേണ്ട റെഡിയാണ
ആ പാട്ട് ടൈറ്റാനിക്. ജാക്കിയുടെ ഡയലോഗ് വേറെന്തുണ്ട് പരിപാടി? കണ്ണമ്മൂല എടാ ടൈ ഇടാൻ മറന്നു ടൈ ഇടാൻ മറന്നു ജെയിംസ് കാമറൂണി എന്ത് വിചാരിക്കുക ടൈയിനൊരു കുറവുണ്ടല്ലേ ഞാൻ എന്ത് ചെയ്യട്ടെ പിന്നെയാണ് ഇവരിത് വേൾഡ് റെക്കോർഡ് എനിക്ക് തന്നത്. എന്നാ പരിപാടി കയറുന്നുണ്ട് കേട്ടോ. പരിപാടി കയറുന്നുണ്ട്. ചെറിയ ചിരിയൊക്കെ ഉണ്ട് ആൾക്കാരെ മുഖത്ത്. അല്ല വേറെ എന്തെങ്കിലും സംസാരം വല്ലതും ഉണ്ടോ? വേറെ ചെറിയൊരു കുശുശുപ്പുണ്ട്. എനിക്ക് ചോറ് തരരുതെന്നോ അല്ല അങ്ങനെ അടിക്കണമെന്നോ അല്ലെങ്കിൽ ഊഞ്ഞാൽ ആട്ടി എന്നെ വിടണമെന്നോ? എങ്ങനെയുണ്ട്? ഒരു വല്ലാത്തൊരു സുഖം തോന്നുന്നു. വല്ലാത്തൊരു സുഖല്ലേ? ഇത് ഇങ്ങനെയല്ല, ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല. കാരണം പറഞ്ഞാല് ചില സമയത്ത് ഞാൻ ഫിഗർ ചെയ്യുമ്പോഴേ ഞാൻ എന്നെ തന്നെ മറന്നാ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഫീൽ വരും. ഇപ്പം ഇതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും പുറത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കപ്പലിന്റെ ഫീലാ അതിനകത്ത് വരും. അതല്ല നിങ്ങൾ തന്നെ മറന്നു ചെയ്യല്ലേ? ഷർട്ട് പിന്നെ മറന്നു, നിങ്ങൾക്ക് എല്ലാം മറന്നാണ് ചെയ്യണത്. അങ്ങനെയല്ല പക്ഷെ കറക്റ്റ് അല്ലേ? ജാക്ക് പെയിന്റ് പണി കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ട്. നിങ്ങൾ ആ കൊച്ചിനെ പെയിന്റ് അടിച്ചെന്താണ്? അല്ല എനിക്ക് വരയ്ക്കണം, എവിടെയെങ്കിലും വരയ്ക്കണം. നോക്കിയപ്പോ ഒരു ഉപയോഗമില്ലാതെ ഒരു മതിലിരിക്കുന്നു, അതിൽ ഞാൻ വരച്ചു. അതല്ലാതെ വേറെ അല്ല മിസ്റ്റർ വേട്ടമ്പള്ളി, തമാശയൊക്കെ തമാശ. ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെയൊന്നും ചെയ്യരുത് അല്ലേ? അദ്ദേഹം എങ്ങനെ ചെയ്ത് വെച്ച ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഷർട്ട് പോലും ഇടാണ്ട് ഇങ്ങനെയാണോ ചെയ്യാ? പാട്ടിട്ടാ ഞാൻ നമ്മുടെ മനസ്സിൽ ജാക്ക് എന്ന് പറയുമ്പോഴല്ലേ ഇന്നും ജാക്ക് തന്നെയാണ്. ചാക്ക് വർഗം നടക്കണ ആളുടെ ഔട്ടായി പോയി. ഇത് ചാക്ക്. നമ്മളൊരു വേദി തരുമ്പോ ഇങ്ങനെയാണോ ചെയ്യണ്ടേ? ഏത് വിട്ടായിരിക്കാൻ ടൈറ്റാനിക്കൽ ജാക്ക് പട്ടത്തല്ല താമസം, അങ്ങനെ അമേരിക്ക. ഇതിനൊന്നും ഒരിക്കലും വേൾഡ് റെക്കോർഡ് കിട്ടൂല. പക്ഷെ പുള്ളിയുടെ എഫേർട്ടിന് നമ്മളത് എന്തായാലും കിട്ടണം എന്നാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. കാരണം ഒരു തവണ കിട്ടിയാൽ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യൂലല്ലോ. That's a great moment for us and I hold it for us. Actually, we can't believe the situation, right? ഭയങ്കര സംഭവം. ആക്ച്വലി നമുക്ക് കൂടുതൽ അറിയില്ല. ഇദ്ദേഹം വേൾഡ് റെക്കോർഡിന് വേണ്ടി മത്സരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും ഇതൊരു സീരിയസ് ഒരു മത്സരമാണെന്നുള്ളത് നമ്മൾ വിചാരിച്ചിരുന്നില്ല. ബട്ട് ഇവിടെ വേൾഡ് റെക്കോർഡുമായിട്ട് വേൾഡ് റെക്കോർഡ് ആക്ച്വലി റൈറ്റ്? Yeah. Actually, where are you from? I'm from Poland. പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം ഇവിടെ വിട്ടരുത്. Actually, ഇത് എന്താ ശരിക്കും? What is this actually? World record. World record. ഏതായാലും ഇതിന്റെ ഭാഗമായി നമുക്കും ഈ വേൾഡ് റെക്കോർഡ് എങ്ങനെ ഇരിക്കുന്നുള്ളത് നമുക്ക് കാണണ്ടേ അല്ലേ? ഭയങ്കര പ്രിവിലേജ് ആണ് നമുക്ക്. സോ മാം പ്ലീസ് ഓപ്പൺ ഇറ്റ് പ്ലീസ്. ഇറ്റ് ഇസ് എ വെരി കൂട്ടം ചേർന്ന് കളിയാക്കൽ. വെരി ഒരുപാട് വർഷം കൊണ്ട് തുടങ്ങിയ ഞാൻ അപമാനിതൻ. ഓക്കെ, ഫിഗർ നെറ്റ് ഫിഗർ, പക്ഷെ കൂട്ടം ചേർന്ന് കളിയാക്കൽ, അപമാനം, അങ്ങനെ ഉള്ള സ്പീക്കിംഗ് മാഡം. Okay, I didn't understand the thing, but I have one more thing to say. ഇല്ല, ഒരിക്കലും അല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഒരു പൊരിച്ച മീൻ കൂടുതൽ കിട്ടുന്നതിനുള്ള സംഭവം നമ്മൾ ചെയ്യുന്നു, അല്ലാതെ അങ്ങനെയൊന്നും അല്ല. Can I just say one thing? Can I just say one thing? അപ്പൊ അതെ എനിക്ക് ഇഷ്ടമാണ് റാം മനോഹർ വെട്ടംപള്ളി. എനിക്ക് ഇഷ്ടമാണ് റാം മനോഹർ വേട്ടംപള്ളി എന്ന് പറഞ്ഞിട്ടില്ല. Oh my God, we can't believe. Actually, ഈ വേൾഡ് റെക്കോർഡ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞപ്പോ റാം മനോഹർ
വേട്ടമ്പള്ളിക്കും മാനേജർക്കും വേൾഡ് സൂപ്പർ അവാർഡ് നൽകുന്നു എന്ന് പ്രസിഡന്റ് സെക്രട്ടറി സെക്യൂരിറ്റി ശുഭം നീ എഴുതിയിട്ടുള്ളത് ശുഭല്ല ശുഭ എന്റെ ചേട്ടൻ ശുഭ. പിന്നെ ഇനിയിപ്പോ ഒരാളും കൂടെ ഇതിന് ഒരു അവകാശമുണ്ട്. ആരാ? അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കാണ്. എന്റെ മാനേജറാണ്. എന്നെ കൊണ്ടു നടന്ന് തല്ലുവിളിക്കുക അല്ല, എനിക്ക് പ്രോത്സാഹനം തരുന്ന മാനേജർ അഖിൽ കവലിയൂരിനെ വേദിയിലേക്ക് ക്ഷണിച്ചു. മാഡം അഖിൽ കവലിയൂർ. മിസ്റ്റർ മാനേജർ, ആക്ച്വലി ഇവിടെ എന്താ നടക്കണേ? അത് വേൾഡ് റെക്കോർഡ് കിട്ടി. അണ്ണാ ഇവരെ പൈസ കൊടുക്കണ. നീ സംസാരിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കുക. വേൾഡ് റെക്കോർഡ് തന്ന ചേച്ചി സ്പീക്ക് ഇംഗ്ലീഷ്. Thank you so much. അണ്ണാ 500 രൂപയും പോണ വഴിക്ക് കാപ്പി മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. തന്നെ എന്റെ ചില്ലറ ഇല്ല, പൈസ ഇല്ല, അമ്മേന്റെ പൈസ ഇല്ല. വരി ഓക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് 4-5 പേര് അങ്ങ് വരും. പോളണ്ടാണല്ലേ? രാവിലെ ഒന്ന് വൈകുന്നേരം തിരിച്ചു വരെയും ചെയ്യാം. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരുന്നതായിരിക്കും. ഏതായാലും ഇവിടെ വെച്ചൊരു പ്രപ്പോസൽ പറഞ്ഞ സ്ഥിതിക്ക് വേറെ ചില ആൾക്കാർക്ക് ചെറിയ മുറിവുറുപ്പുണ്ട്, സാരമില്ല, നോ പ്രോബ്ലം. അപ്പോൾ Problem, I don't understand the thing. ചക്ക സീസൺ. അല്ലല്ല, എന്തായാലും ഒരു മദാമ വന്ന സ്ഥിതിക്ക് ഇപ്പൊ ജാക്ക് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഭയങ്കര പഞ്ചുണ്ടായിരിക്കും. ആ മ്യൂസിക് എന്നിട്ട് ഞാൻ കേൾക്കാം. ഇതൊക്കെ ഉള്ളു ഒരു ലാഭം. ഇതാവുമ്പോ ഒന്നും പറയില്ല, ഒരു പാട്ടിന്റെ മൂഡിലൊക്കെ പോവുകയും ചെയ്യാം. English, please. Thank you so much for your kind cooperation and സോമൻ എന്ന പേര്. താങ്ക് യു സോമൻ എന്ന് പറഞ്ഞു. എന്താ ഇംഗ്ലീഷിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. തങ്കു പറഞ്ഞു കൊടുക്ക. പറ. അങ്ങനെ അല്ല, പറ. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷാ. സ്പോക്കൺ ഇംഗ്ലീഷ് മനസ്സിലാവില്ല. ഗ്രേറ്റ് പെർഫോമൻസ്. ഒരു വലിയ കൈ കൊടുക്കണം നമ്മുടെ റാം മനോഹർ വേട്ടമ്പള്ളിക്കും. ഒപ്പം വേൾഡ് റെക്കോർഡ് നൽകിയ യുവർ ഗുഡ് നെയിം പ്ലീസ്? Joanna. താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡിനൊപ്പം സഹകരിച്ച ജലജയ്ക്ക് ജോവാനയ്ക്ക് വളരെ ജോന, you have done a great job. Thank you. Great. Thank you. ഇത് എന്തുവാണ് ജാക്കൊക്കെ പൊളിച്ചടിക്കുക, അമ്മയും മോനും പോലെ തകർന്നു. ഇനി അടുത്തതായി ജോന എടുത്ത അസീസ് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. Okay. ജോന അസീസ്, he is the മെയിൻ ആർട്ടിസ്റ്റ്. ഹാപ്പി ഓണം. Where are you from? Holland. Oh, nice country. I am Indian man. Yeah. To Poland. ഇന്ത്യൻ. No. I'm Indian. Jai Bharat Mata ki. ഞാൻ എനിക്ക് ഇഷ്ടമല്ല. I'm singing two line song. ചാക്കോച്ചിയാ? Yes. Okay, repeat. He'll sing, you have to repeat that. I have to repeat. Yeah, Aye. that's what he's trying to Oh say. my God. Okay. Fort Kochiil Fort Kochiil. ബോട്ട് വന്നല്ലോ. Bottu vannalo. Bottle. Fort Kochiil നീ പോത്തുന്നു. Kochiil. ബോട്ട് വന്നല്ലോ. Bottu vannalo. ബോട്ട് നിറയെ Bottu neraye. സായിപ്പന്മാരാണ്. Saiparane. സായിപ്പന്മാരാണ്. Saipemarane. ഫോർട്ട് കൊച്ചിയിൽ
ബോട്ട് വന്നല്ലോ ബോട്ട് നിറയെ സായിപ്പന്മാരാണ് ബോട്ട് 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 ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയിൽ മത്തി 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 ഞങ്ങളുടെ ചീനച്ചട്ടി ഫോർട്ട് കൊച്ചിയിൽ ബോട്ട് വന്നല്ലോ ബോട്ട് നിറയെ സായിപ്പന്മാരാണ് ഫോട്ടോ ചിക്കാത്ത മാറിയുന്ന ടീമാണ് നമ്മുടെ ഫോട്ടോ ജില്ലയാണ് മതി മതി ഹായ് ശിവാന. ജുവാന. That's your name, please. ഹായ് ജുവാന, what is your name ചോദിക്കണോ? Director. അടിമാലി ഇതാണ് പണ്ട് തള്ള പറയും പോടാ സ്കൂളിൽ പോടാ സ്കൂളിൽ. ഇന്നലെ കണ്ട ഹെഡ് മാസ്റ്ററെ ഒക്കെ പുറകെ നടന്നപ്പോ ഇപ്പൊ ആലോചിക്കണം. He'll introduce yourself. അല്ലേ? അയ്യോ. He'll introduce, no? How are you doing? Please introduce. I am Yeah. fine. I am Binu Adimali. ഫ്ലവേഴ്സ് ചാനലിൽ ഫേമസ് ഏറ്റവും ടോപ്പ് ആർട്ടിസ്റ്റ്. എന്റെ മേൽ വേറൊരു ആർട്ടിസ്റ്റ് നോ. At the end of the month of study, the first woman ever to learn battles between two final three. അവന്റെ വായി കിടക്കണ My God. ചേമ്പ്. No. Okay. അല്ലല്ല എന്തോ Oh, സംഭവം. wow. No. Yeah. I will come back. I will come back. അങ്ങനെയല്ല. Oh yeah, Joanna, how are you? How are you? Hello. Who are you? I am fine. ഞങ്ങളുടെ കൂടെ കൂടുന്നോ ചാട്ടി അടിക്കാൻ? Okay, please. Who are you എന്നുള്ളതിന് ആൻസർ പറയും. My name is. ജോണി വാക്കർ. My name is Kollam Sudhi. Best comedian in this floor. Other name is കട്ടൻ ബീഡി ചുരുട്ടി ബീഡി. ശശാങ്ക്. I think everyone here are very talented, Yeah. right? Yeah. Hi. വെൽക്കം ടു സ്റ്റാർ മാജിക്. നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു ഊട്ടി. നൈസ് മീറ്റ് യു. വെരി ഗുഡ്. അടുത്തത് ദിസ് ഈസ് ഓൾ ഇന്ത്യ റേഡിയോ ദ ന്യൂ. ഫ്ലവേഴ്സ് ടിവി ഏത് ഓൾ ഇന്ത്യ റേഡിയോ Who like cat? Who like cat sound? Do you like? Cat. Yeah. Yeah, I like cats. Oh yeah. ഒന്ന് പറഞ്ഞോടാ. Cat sound. Cat is like it. You want me to Yeah. do sound of the cat? Yeah. Having the 60 on the 90. അതുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. I am the Rahul Dravid, the best batsman. Achut Nandikar is very my favorite. ജോസ് പ്രകാശിനെ അനുകരിക്കാനല്ലേ പറഞ്ഞത്? എന്തായാലും ക്രിക്കറ്റ് കമന്ററി ഒക്കെ നാളെ പറഞ്ഞ് രക്ഷപ്പെടാം. സോ ഒരു വലിയ കൈഡി കൊടുക്കണം. ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. ജയേട്ടൻ തന്നെ പറയട്ടെ, എല്ലാവരും അടിപൊളിയായിരുന്നു. ജയേട്ടന്റെ സീക്വൻസ് വന്നപ്പോ സത്യത്തിൽ എന്തായിരുന്നു മനസ്സിൽ? ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയുന്നല്ലോ. ഈ അല്ലല്ല, ആ എഫേർട്ടിന് ഭയങ്കര സന്തോഷം. വേറെ ഒന്നുമല്ല, ഇത്രയും പേരെ എന്താ പറയാ മനസ്സറിഞ്ഞ് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ആ എഫോർട്ട് കണ്ടപ്പോൾ മനസ്സിൽ നമ്മൾ വിചാരിച്ചു ഒരു അവാർഡ് അവന് കിട്ടട്ടെ. സത്യം അത്ര പോലെ അത്രയും ഹാർഡ് വർക്കിംഗ് ആയ ഒരു ഡെഡിക്കേറ്റഡ് ആയ ആർട്ടിസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ തങ്കു. എപ്പോ വന്നാലും ഈ ഫ്ലോറിൽ സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിൽ ഒരുപാട് മാജിക്സ് കാണിക്കാറുണ്ട്. അപ്പം ഒരു ഫോറിനർ ഓണത്തിന് നമ്മുടെ ഈ ഫ്ലോറിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ജോവാന ഫോർ യുവർ പ്രസൻസ്. അഖിലേട്ട ആസ് യൂഷ്വൽ Thank you. Happy Onam. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണായിട്ട് ഒരു ചാക്കും ചാട്ടം ഇല്ലെങ്കിൽ അതൊരു ഓണത്തിന്റെ ഫ്ലേവറിലേക്ക് വരും. എത്രയൊക്കെ കായ വറുത്തതും ഉപ്പേരിയും ശർക്കര ഉരുട്ടിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് ശരിയല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർ മാജിക്കില് നമ്മുടെ സ്റ്റാർ മാജിക് പവേർഡ് ബൈ ജയസൂര്യല് നമ്മൾ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ചാക്കും ചാട്ടം. ഈ ചാക്കും ചാട്ടം എന്ന് പറയുന്നത് നോർമലി നമ്മളിങ്ങനെ ചാക്കിൽ ഇങ്ങനെ ചാടണ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ രണ്ട് ടീം ഒരുമിച്ച് കളിക്കുമ്പോൾ ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്. അതായത് ഇവർ ചാടി ഇങ്ങനെ ചാക്കിൽ വരുന്നു. നിങ്ങളുടെ കൈ രണ്ടും അതിൻ്റെ ഉള്ളിലായിരിക്കും. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്ത് കൈ യൂസ് ചെയ്യാൻ നിങ്ങൾ പാടില്ല. ഓക്കെ, വന്നതിന് ശേഷം ഇങ്ങനെ നിങ്ങളുടെ തലയും കഴുത്തും യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു മാല നിങ്ങളുടെ കഴുത്തിലേക്ക് ഇടണം, കൈ യൂസ് ചെയ്യാതെ. തിരിച്ച് നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് ചാടി പോവാം. അപ്പോഴേക്കും അടുത്ത ആളിവിടെ റെഡി ആയിട്ട് നിൽക്കണം. ഓക്കെ, ആൻഡ് ഏറ്റവും ആദ്യം കംപ്ലീറ്റ് മാല ഇട്ടിരിക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. അത്രേ ഉള്ളൂ ഈ ഒളിച്ചോട്ടം. പക്ഷെ വേറൊരു പേരുണ്ടാവില്ലല്ലോ, ഒറ്റയ്ക്ക് ഒളിച്ചോടി പോവാ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ചാക്കും ചാട്ടം നമ്മൾ കളിക്കാൻ പോകുമ്പോൾ രണ്ട് ടീമിൽ നിന്ന് ഓരോരുത്തരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആദ്യം ഇവർ ചാടി ഏറ്റവും ആദ്യം മാല ആരായിരിക്കും കൊണ്ടുവരാന്നുള്ളത് നോക്കാം കേട്ടോ. സോ സർക്കിളായിട്ട് പോകണം. 1 2 3 4 അങ്ങനെ എല്ലാവരും കളിക്കണം. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3 2 1. ചട്ടക്കാരി ചൈതന്യ അടിപൊളി.
സുശീല കുതിരപ്പുറത്താണോ പോണേ? അയ്യോ ഇത് കള്ളക്കാമോനെ ഓടണാരായി പോയി. അയ്യോ ഒന്ന് പൊട്ടിക്കും. ആവൂ വിശപ്പില്ലേ കാച്ചിയ ബാലിത. അങ്ങോട്ടല്ല വേറെ വേറെ വേഗം ആവട്ടെ. മാലേ പൊട്ടു. അയ്യോ വെള്ളാത്തി പോക്കറ്. അയ്യോ മാല പൊട്ടി. തല വെച്ച് പൂമാല പിളർക്കുന്നേ. മെല്ലെ മെല്ലെ തല തല വെള്ളാത്തി പോക്കറ്. വെള്ളാത്തി പോക്കറ്. ആ പൊക്കോ തല 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 ടീമേ തല പോട്ടെ പോട്ടെ നിൽടാ നിൽടാ തക്കച്ച നിൽടാ ഇവൾക്ക് 2 കല്യാണമാണ് ആഗ്രഹം. ശ്രദ്ധിച്ചോടാ. ബ്രേക്ക് ഡാൻസാ അങ്ങനൊക്കെ അഴകിയ ലൈല. പോടാ കല്യാണം കഴിച്ചു. ഇത് നല്ല കാര്യം. ഈ ഡേറ്റ് നമ്മൾ ആരും മറക്കില്ല. ഓണം കല്യാണം. ഓണത്തിനിടക്കൊരു ഒളിച്ചോട്ട കല്യാണം. ഈ അവസരം മുതലാക്കിയില്ലേ? ഹാപ്പി അല്ലേ? അങ്ങനെ തങ്കച്ചന്റെ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. ലക്ഷ്മി, ഇത് ഇവർക്ക് ഈ ഗെയിമിന്റെ ഉദ്ദേശം ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ സത്യത്തിൽ നമ്മൾ ഓണമായിട്ട് ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്. എല്ലാരും പേരാട്ടിക്കും പേരാട്ടിക്കും. അതല്ല ഞാൻ വഴി കളിക്കാത്തത്. അലക്സാണ്ടർ ഓക്കെ. അയ്യോ അയ്യോ ലോട്ടറി അടിച്ചടാ. ഓണം ബമ്പർ അടിച്ചടാ. നമ്മളെ മേജിക്കുള്ള മൂത്ത മാമനാണ്. എല്ലാരും കാലം എല്ലാരും ബെസ്റ്റ് ടൈമാ. ശരി മക്കളെ എല്ലാരും കാല് പിടിക്കാം അപ്പച്ചന്റെ. അനുഗ്രഹം തന്നു എന്ന് ആരെ വിളിച്ചിട്ട് പൊക്കളായിരുന്നു. അതെ അപ്പച്ച ഞങ്ങളെ അനുഗ്രഹിക്കണം.
തലയിൽ ഡൈ പറ്റാതെ കയ്യിൽ ഡൈ പറ്റാതെ സൂക്ഷിക്കണം. ഏതായാലും കല്യാണമൊക്കെ ഇനി ഫോട്ടോ വെച്ചിലേക്ക് പോയാലോ? ഏതായാലും ഈ ഗെയിം അതായത് ഓണായിട്ട് നല്ലൊരു മംഗളകാര്യം നടന്നു. ചാക്കൻചാട്ടത്തിൽ കൂടെ ആ മംഗളകാര്യത്തിലേക്ക് റൂട്ട് ഇങ്ങനെ ഡിവേറ്റ് ചെയ്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം ലാസ്റ്റ് എഴുതി കാണിക്കണേ ശുഭം. സുതിയാളിയാണെങ്കിൽ ശംഭൂന്ന് എഴുതി കാണിച്ചാൽ. ഏതായാലും ചാക്കൻചാട്ടം എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ അതിൽ ജയിച്ചിട്ടുള്ളത് അസീസ്ക ആന്റി. ഇന്ന് 2 അടി കൂടുതൽ കൊണ്ടാലും ഞാൻ അറിയില്ല. ഏതായാലും ഇന്ന് നമ്മുടെ സ്റ്റാർ മാജിക് പവേർഡ് ബൈ ജയസൂര്യയില് നമ്മുടെ ചൈതന്യ കുട്ടി വരാൻ പോവാണ് കേട്ടോ. ഭയങ്കര ചൈതന്യമുള്ള ഒരു ഡാൻസ് പെർഫോമൻസുമായിട്ട്. കണ്ടല്ലോ ചേട്ടാ, കാണാം. Yes, so let's welcome ചൈതന്യ. ഈ ഓണം എന്ന് പറയുമ്പോഴേ പുട്ടിന് പീരാന്ന് പറയുന്ന പോലെ ഇരട്ടി മധുരാവാൻ വേണ്ടിയിട്ട് സ്റ്റാർ മാജിക് ടീം എല്ലാവരും കൂടെ ഇനി എല്ലാവരും കുടുകുടാ ചിരിപ്പിക്കാൻ പോവാ. ചേട്ടാ വയറ്റിൽ നീര് വീഴാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് പിടിച്ചിരുന്നോളൂ. നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാം
എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു സ്കിറ്റിലേക്ക് പോവാം. അല്ല, നമ്മൾ ഈ ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്ന പോലെ ഈ ഒരു കലവറ മാനേഴ്സ് നമ്മൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം. അതെങ്ങനെയാന്ന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി തരാം. അങ്ങനെയല്ല, അച്ചടക്കത്തോടു കൂടി വളരെ ശുചിത്വത്തോടു കൂടി വേണം നമ്മൾ കലവറ ഓർക്കാൻ വേണ്ടി. അല്ല അങ്ങനെയല്ല. അല്ല, ഞാൻ ഒരു കാര്യം നെൽസണ്ണ, പിന്നെ നമ്മൾ എത്ര കൂട്ടം കറികൾ വേണം അതാദ്യം പറഞ്ഞില്ല. എത്ര കൂട്ടം കറി വെച്ചാലും കുഴപ്പമില്ല, വായി വെച്ച് കൂട്ടാൻ കൊള്ളാവുന്ന കറിയെ വെക്കാം. സത്യം. കാരണം അല്ല, എനിക്കറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ കണ്ണിന് വെച്ചിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. അങ്ങനെയല്ല, ഇവിടെ നമ്മള് കൗണ്ടർ പറയാനുള്ള സമയമല്ലേ. കാരണം കഴിഞ്ഞ തവണ നമ്മുടെ ചാക്കോച്ചിന് കൊടുത്തപ്പോ സദ്യക്കായിരുന്നു ഏറ്റവും അധികം നമ്മള് പേര്. അതായത് നമ്മൾ കത്തി മാറ്റി പിടിക്കും, മൂക്കിന് ഓട്ട കൂടും. അതല്ല, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട കറികളും അതാ നെൽസൺ കാതികനാന്നേ. ലക്ഷ്മി ഓക്കെ, എന്നടാ എണ്ണ വെച്ച് കുളിപ്പിക്കാൻ പോവുകയാണ്. മധുരം കുറവാ. അയ്യോ, അത് പഞ്ചാരയാ. പെണ്ണിന്റെ അസുഖം മാറിയില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ? ഭഗവാനെ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചട്ടെ. 6 വാങ്ങിക്കാൻ പറഞ്ഞു പാവാട. 5 കിട്ടിയുള്ളൂ. എന്തിനാണ് പാവാട? എനിക്ക് മനസ്സിലായില്ല. 6 പാവാട വാങ്ങിക്കാൻ പറഞ്ഞു. ജയസൂര്യ വരുമ്പോ ഇവിടെ സദ്യയൊക്കെ വെച്ച് പരിപാടിയൊക്കെ അടിച്ചു വിളിച്ച് ആർഭാടമാക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, പാവാട വാങ്ങണമെന്നല്ല. 6 പാവാടേന്ന് അവൻ കേട്ടെ. വേറെ കാര്യം, ഓണം വെച്ച് നിങ്ങൾ എനിക്ക് 500 രൂപ തന്നിട്ട് ചെരുപ്പ് വാങ്ങിക്കാൻ പറഞ്ഞല്ല. അയ്യോ, എന്റെ ദൈവമേ, 500 പരിപ്പ് വാങ്ങാൻ വേണ്ടി പറഞ്ഞത് 500 ചെരുപ്പ് പരിപ്പ് അടിക്കാൻ പറഞ്ഞ ആ പാവാട കത്തിക്കാടാ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതെ, അട വെക്കണോ? അട വെക്കണ്ട, തൽക്കാലം നീ ഹാൻഡ് ബ്രേക്ക് ഇട്ടാ മതി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഷിയാസിനും ബിനേഷിനോടുമാണ് ഞാൻ പറയാനുള്ളത്. സാമ്പാർ വെക്കണതിന്റെ അടുത്ത് പോയി നിൽക്കരുത്. കിഴങ്ങ് കുറവാ, കണ്ടിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, കേട്ടില്ല എന്ന് വേണ്ട. പറയട്ടെ, ചിന്നു സഹോദരൻ, ഇതിനകത്ത് വരുന്ന കള്ളല്ല, തേങ്ങ വെള്ളം. കേട്ടോ, മനസ്സിലായി? ഇതൊന്നും അല്ല കേട്ടാ. നിന്റെ കൊള്ളാം, കള്ള് കോമഡി കൊള്ളാം. ഇത്രയും നാളെ ഞാൻ ഓർത്ത് എത്ര പീസ് ആക്കി വെട്ടണം? കലവറ മര്യാദ സപ്താഹത്തിന്റെ പാകവതിന് വന്നിട്ടുണ്ടോ? ചിക്കൻ എത്ര പീസാക്കി വെട്ടണ്ടേ? 1 കിലോന് എത്ര പീസാ വേണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിച്ചേ. നിങ്ങൾ സദ്യ ഉണ്ടാക്കാൻ തന്നെ ഇരിക്കും. നിങ്ങൾ ഇങ്ങനെ കൂടി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഞാൻ ഒരു കാര്യം ചേട്ടാ, ആ ഡാഡാ ബേക്കറി ഇപ്പൊ ഞാൻ സാധനം മേടിച്ചിട്ടാ. മണിയുടെ ഉള്ളതാ അത്? ഡാഡാ ബേക്കറി അല്ല, SS ബേക്കറി. ഡാഡാ ബേക്കറി അല്ലേ? അല്ലടാ, SS ബേക്കറി, ഡാഡാ ബേക്കറി. പപ്പടം എടുത്ത് തിന്നരുത്, ഇത് എനിക്ക് തിന്നാനുള്ളതാ. അസീസ, നീ കറിയൊന്നും വെക്കണ്ട കേട്ടോ. അല്ല, ആരെങ്കിലും ഒരാൾ പപ്പടം പൊടിച്ചാര് അവൻ പറഞ്ഞു ഇനിയും പപ്പടം വരാനുണ്ട്, ഇതിനകത്ത് തലവില്ലാന്ന് പറഞ്ഞൊരു ഒറ്റ അമ്മക്ക്. അതും പോരാഞ്ഞിട്ട് അവൻ എന്നോട് ചോദ്യം ചോദിച്ചു, ചേട്ടാ ഈ പപ്പടം ഉണ്ടാക്കണ മാവ് വെച്ചിട്ടാണോ നെറ്റിപ്പട്ടം ഉണ്ടാക്കണേന്ന്? ഈ നെറ്റിപ്പട്ടത്തിൽ അതേ കൊമള തന്നെ പപ്പടത്തിലും ഉണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ കോമഡി എന്ന് അത് പറയല്ലേ. കാരണം എന്ന് പറഞ്ഞാലേ ഞാൻ പറയട്ടെ, എൻ്റെ അടുത്ത് ഉലുവയും കടുവയും വാങ്ങിക്കാൻ പറഞ്ഞു. ഉലുവ കിട്ടിയുള്ളൂ.
അപ്പൊ കടക്കാരൻ പറഞ്ഞു കടുവ ഇവിടെ കിട്ടൂല തൽക്കാലം ഞങ്ങൾ അല്ല വേറെ കാര്യം കൗണ്ടർ നമുക്ക് വിറകിന്റെ കൂടെ വെച്ച് കത്തിക്കാം. ടീമേ ഈ ഷിയാസിന് 10 പൈസയുടെ കുറവുണ്ട്. അയ്യോ നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടാ ഒരു പേഴ്സ് മൊത്തം നഷ്ടപ്പെട്ട് നിൽക്കുന്നതാണ് അവന്റെ 10 പൈസയുടെ കുറവെന്നാ പറയുന്നത്. പിന്നെ ചിരിക്കാടാ ആ കൗണ്ടർ കേട്ടിട്ട്. അതെ എനിക്ക് എല്ലായിടത്തും ഒരു കാര്യം പറയാനുണ്ട്. ഈ കറികൾക്കൊക്കെ ചേഞ്ച് വേണം വിചാരിച്ച് കയ്യിരിക്കണം ചേഞ്ച് എടുത്ത് കറികളിലിടായിരുന്നു. ആ സന്തോഷത്തിന്റെ കൈ നിന്റെ എണ്ണയിലൊന്ന് മുക്കട്ടെ. ആരിവിടെ കൗണ്ടർ പറഞ്ഞാലും എണ്ണ തിളച്ചെടുക്കാന്നുള്ള ഒരു ബോധം എല്ലാവർക്കും വേണം. ഓക്കെ ശരി, ഞാൻ ചോദിക്കട്ടെ ഇന്ന് എന്തൊക്കെ വിഭവങ്ങൾ എല്ലാരും ഉണ്ടാക്കണേ? ഞാൻ ഇഞ്ചി ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഒരു കോള് ഞാൻ നേരത്തെ ചെയ്ത് പറ്റുന്നത്. ഹലോ, ജയസൂര്യ എന്ന് പറഞ്ഞ ഒരു നടൻ. അപ്പൊ ഞങ്ങള് ഓണസദ്യ ഒരുക്കാനുള്ള പരിപാടിയാണ്. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞല്ലോ. വേറൊന്നും വേണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഊണ് കൂടെ എത്തിച്ചേക്കണേ. കാരണം പുള്ളിക്കാരന് കൊടുക്കാൻ ഏതാണ്ട് ഈ ഊണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അതുകൊണ്ട് ഞാൻ നേരത്തെ വിളിച്ച് അറേഞ്ച് ചെയ്തു. ഒരു സെലിബ്രിറ്റി ആണല്ലോ. ഷിയാസേ, നീ സാമ്പാറിനകത്ത് തേങ്ങ ഇട്ടായിരുന്നോ? സാമ്പാറിലാരെയും തേങ്ങ ഇടും. വഴുതനങ്ങ ഇട്ടാ ഇത് എന്തുവാടാ ഇത് പടം സാമ്പാറടാ. നീ ഇപ്പൊ കണ്ടടാ കണ്ടേ നീ ഇതെല്ലാം ഇട്ട് സാമ്പാറിനകത്ത് കൈയിട്ടാ നീ. ഇത്രേ ഉള്ളു കാര്യം. ആരും ചെയ്യുന്ന വേലയാണോടാ? അസീസെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ എന്താ ചിരട്ടമുട്ടുമായിട്ട് നീ വീട്ടിൽ പോകേണ്ടി വരും. മാറി അല്ല ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തരുടെ നാട്ടിലും സദ്യയിൽ ഓരോരോ വിഭവങ്ങളായിരിക്കും. ആദ്യം നമുക്ക് കാസർഗോഡ് ചേച്ചി ചിക്കൻ കറി ഞാൻ വയ്ക്കാം. ചിക്കൻ കറി ഞാൻ വയ്ക്കാം. ഒരാൾ പറഞ്ഞതല്ലോ ചിക്കൻ കറി വേണം, ചിക്കൻ വേണം ചോദിച്ചു. നമ്മള് വെജിറ്റേറിയൻ ഓണസദ്യ. അത് ഓണത്തിന് മട്ടൺ സൂപ്പും കൂടെ അല്ലല്ല നമ്മള് ചിക്കൻ കറി വയ്ക്കൂട്ടോ. അല്ല ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡ് ഓണസദ്യ എന്ന് പറയുമ്പോ എന്തൊക്കെ വിഭവങ്ങളാ കേക്കട്ടെ? അല്ല ചിക്കൻ ഉണ്ടാവും ചേച്ചി. ചിക്കൻ ഇല്ലാണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടാവും, മീനും ഉണ്ടാവും. അല്ലാത്തൊരു സദ്യനെ കുറിച്ച് എനിക്ക് ഓണസദ്യയുടെ കാര്യമാണോ പറയുന്നത്? അവളിക്കൊരു കാര്യം പറയാനുണ്ട്. സദ്യ നാളെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബിനീഷിന്റെ ഒരു പാട്ടായാൽ കുഴപ്പമില്ല. അയ്യോ, അഥവാ ഈ കറി വളിച്ചാലും ഉണ്ടല്ലോ, ഇവന്റെ വളിച്ച പാട്ടില് മറ്റേ കറിയുടെ വളിപ്പാൻ അതുകൊണ്ടാ. അളിയാ ബിനീഷിന്റെ പാടാൻ പറഞ്ഞില്ലേ? ആള് കൂടുതലായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഷിയാസിന്റെ ഒരു പാട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ലാഭമാണ്. അതെ, മറ്റേ പാട്ട് പാടിച്ചാ പോരെയോ? ആൾക്കാർ അങ്ങോട്ടും അടിച്ചു പിരിഞ്ഞു നമ്മുടെ സാധനങ്ങൾ ഇരിക്കുകയും ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ധന്യേഷിന്റെ ഒരു പാട്ടം കിട്ടേ. ഈ സാമ്പാറിന്റെ കിഴങ്ങ് വെന്തിട്ടില്ല, അവന്റെ പാട്ട് കേട്ടിട്ടെങ്കിൽ ഈ കിഴങ്ങൊന്ന് വേവട്ടെ. വെജിറ്റേറിയനായി പോയി. നോൺ വെജ് ആണ് ഞാൻ തകർത്തത്. എന്നാലും അത്യാവശ്യം വെജിറ്റേറിയൻ ഒക്കെ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ പാടാൻ പോണ വെജ് പാട്ടല്ലേ, ചാളപ്പാട്ടല്ലല്ലോ. അപ്പൊ ധൈര്യമായിട്ട് അവിയൽ വാങ്ങി വെക്കണ്ടേ? വാങ്ങി വെക്കണ്ട, നമ്മളിവിടെ വെക്കുന്നുണ്ടല്ലോ. പിന്നെ എടാ അടുപ്പിന്ന് വാങ്ങി വെക്കാൻ. അടുപ്പിന്ന് വാങ്ങി വെക്കാൻ. കുടവയറൻ മാവേലി കുടയുമായി വന്നല്ലോ. കിടിലനായ മാവേലി കുടിലിലേക്ക് വന്നല്ലോ. കുടവയറൻ മാവേലി കുടയുമായി വന്നല്ലോ. കിടിലനായ മാവേലി കുടിലിലേക്ക് വന്നല്ലോ. കണ്ടാകൊമ്പം മീശ വന്നാൽ പിന്നെ ഓണം. തിന്നാൻ നല്ല സദ്യ വാഴലയിൽ നിരയായി. വാഴല ചീര വേപ്പില മോര് പായസം പഴവും പപ്പടം പൊടി പപ്പടം. വാഴല ചീര വേപ്പില മോര് പായസം പഴവും പപ്പടം പൊടി പപ്പടം. കുടവയറൻ മാവേലി കുടയുമായി വന്നല്ലോ. കിടിലനായ മാവേലി കുടിലിലേക്ക് വന്നല്ലോ. കണ്ടാൽ കൊമ്പം മീശ വന്നാൽ പിന്നെ ഓണം. തിന്നാൻ നല്ല സദ്യ വാഴലയിൽ നിരയായി. വാഴല ചീര വേപ്പില മോര് പായസം പഴവും പപ്പടം പൊടി പപ്പടം. വാഴല ചീര പായസം മോര് വേപ്പില മോര് പപ്പടം പൊടി പപ്പടം. ഞാൻ നോക്കിയപ്പോ ഒരു കിഴങ്ങും മത്തങ്ങയും കൂടെ ഒരുമിച്ച് നിന്ന് പാടുന്നു. നല്ല ഉപ്പുള്ള പപ്പടം തിന്നെ കറക്റ്റാ കളിയാ. ഓക്കെ ശരിയായി പോയാ. ഗ്യാസ് മാറ്റിട്ട് അവന്റെ തലയിൽ അടുപ്പ് കൂട്ടും. വേഗം ആവട്ടെ കേട്ടോ. സാമ്പാർ തൊട്ടി തൊട്ടി. അല്ല അതല്ല അല്ല തൊട്ടി ഇവിടെ തൊട്ടി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ തൊട്ടി എന്ന് വിളിച്ചപ്പോ എല്ലാരും നോക്കണേ. എന്ത് ചെയ്യും? കാരണം നിന്റെ പേര് ആരാ മാറ്റി? മത്തങ്ങ നേരത്തെ വയറിൽ കത്തി വെക്കല്ലേ? എന്നാ ഹാസ്യടാ, ഇങ്ങനെ ഹാസ്യം പറഞ്ഞാൽ നിന്നെ ഞാൻ തോരാൻ പറ്റൂട്ടോ. ഈ അനുവിന്റെ തിരുവനന്തപുരത്തെ
എന്തൊക്കെയാ സദ്യ വിഭവങ്ങള്? ഇഞ്ചി അച്ചാറ്, നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, പിന്നെ മീനച്ചിലാറ്, പച്ചടി, കിച്ചടി, തോരൻ, അവിയല്, പിന്നെ കൂട്ടുകറി, കിഴങ്ങ് കറി, പിന്നെ പായസം, സാമ്പാറ്, പുറത്തിച്ചക്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കൂലേ? പൈനാപ്പിൾ വെച്ചിട്ട് മധുരക്കറി, പൈനാപ്പിൾ കിച്ചടി, പൈനാപ്പിൾ വറക്കും. മധുരെണ്ണ വെച്ചിട്ടൊന്നും ഉണ്ടാക്കില്ല? മധുരെണ്ണ വെച്ച് പായസില് വെച്ച് കുഴച്ച് കുഴച്ച്. അതെ അതെ. പിന്നെ പരിപ്പ്, സാമ്പാറ് എല്ലാം ഉണ്ട്. തിരുവനന്തപുരം സ്റ്റൈലാണ്. ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. എന്താ? അതെ, പാൽപ്പായസം ബോളി. പാൽപ്പായസവും ബോളിയും കൂടെയുള്ള കോമ്പിനേഷൻ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് സദ്യ ഒരുക്കുന്നതിന് മുമ്പ് അടിമാലി ഭക്ഷണം കഴിച്ചാ അത് വയറിരിക്കുന്നുണ്ട്. എനിക്ക് മുമ്പായിരുന്നോ അതിനകത്ത് 3 പിള്ളേരും അവനെ ഞാൻ എന്താടാ ചെയ്യണേ? അവനെന്തോ പറ്റിയില്ലെങ്കിൽ ഇവനെങ്ങനെ പറയില്ല. ഹരിയാനൊക്കെ മൊത്തത്തിൽ എടുത്തിട്ട് കാണും. അല്ല, ഈ പാപ്പുകുട്ടി ഭാഗവരെന്താ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണേ? നോക്കി നടക്കുക. അതെ, ഈ കറിയൊക്കെ ചടപടേ അയാൾ തിന്നാലോ, നോമൻ അങ്ങോട്ട് കഴിക്കാലോ. ഊണ് കാലായോ കാല. ചാപ്പി ഭാഗവതരെ ഒരു ഒപ്പന അങ്ങോട്ട് കാച്ചാ. ഒപ്പന കാച്ചാനും ഒപ്പന പപ്പടമാണോ? അല്ല, നമുക്കേ ഈ ഭാഗവതരുടെ ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാം. ഒരു ഓണപ്പാട്ട്. ഒപ്പനപ്പാട്ടല്ല, ഓണപ്പാട്ടാണേ. തുമ്പപ്പൂമുക്കുറ്റി പൂക്കളവും തുമ്പിതുള്ളാനൊരു പൂമുറ്റവും, തുമ്പപ്പൂമുക്കുറ്റി പൂക്കളവും തുമ്പിതുള്ളാനൊരു പൂമുറ്റവും, തൃക്കാക്കരയപ്പൻ്റെ എഴുന്നള്ളത്തായി മാവേലി മന്നനെ വരവേൽക്കാനായി ഉത്രാടരാത്രിയിലെ ചന്ദ്രികയിൽ ഊഞ്ഞാലാടാൻ നീ വരുമോ? ഓണനിലാവിൻ പാലാഴിയിൽ പൊന്നോണത്തുമ്പിയായി നീ വരുമോ? ഉത്രാടരാത്രിയിലെ ചന്ദ്രികയിൽ ഊഞ്ഞാലാടാൻ നീ വരുമോ? ലക്ഷ്മി, നമുക്ക് ഇവന്റെ പാട്ട്. ആര് പറഞ്ഞു പേഷായിരിക്കണമെന്ന്? നാം തൃപ്തനായി. നമുക്ക് ഇവന്റെ പാട്ടിനെ കൂടി വേറൊരു ചാനലിൽ പണയം വെച്ചാലോ? ആ ചാനൽ പൂട്ടിക്കാനുള്ള പരിപാടിയാണല്ലേ? അപ്പൊ ഇവിടെ കൂട്ടണല്ലോ. ഇവിടെ ആകുമ്പോ അത് മേക്കപ്പ് ചെയ്യാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. എങ്കിലല്ല ചടപടേന്ന് അങ്ങ് ആയിട്ടുള്ളൂ. അടികുട്ടികളൊക്കെ കൂടെ. എനിക്ക് തോന്നുന്നു ചേട്ടന് കൂടുതൽ വെജിറ്റേറിയൻ തന്നെ കേട്ടോ ഭയങ്കര ഇഷ്ടം. നാഞ്ഞ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കാം. ആയിക്കോട്ടെ, നന്നായിട്ട്. ടീമിന്റെ ഒരു പ്രത്യേകത കറിയാണ് സാമ്പാർ പൊള്ളിച്ചത്. സാമ്പാർ ഇഞ്ചിക്കറി മതി. സാമ്പാർ ഉണ്ടാക്കിയപ്പോ അവന്റെ അമ്മച്ചി ഇവിടെ പൊള്ളിച്ചു. സാമ്പാർ പൊള്ളിക്കണം. സാമ്പാറിന് എവിടെയെങ്കിലും നടക്കിരുത്താൻ പോവാണ്. അസീസേ, സത്യത്തിൽ നീ ഇവിടെ എന്താ ഉണ്ടാക്കുന്നേ? അവൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു. ഈ മസ്ലിം പീടി എന്താ ഇങ്ങോട്ട് മാറാത്ത പെൺകുട്ടികളുടെ അടുത്തുനിന്ന്? സാമ്പാറിനകത്ത് കൈയൊന്ന് മുക്കിക്കട്ടെ. ഈ സാമ്പാർ കഴിച്ച രസം കിട്ടും. രസം കഴിച്ചെന്ന സാമ്പാർ കിട്ടാത്തത്. നിന്റെ താടി പിടിച്ച് ഞാൻ മുക്കും. ഞാൻ ചേട്ടൻ മധുരം അങ്ങോട്ട് നോക്കി പറ. ക്യാമറയിലോട്ട് നോക്കി പറ. തങ്കച്ചേട്ടൻ മധുരം പഴം കഴിച്ചിട്ടില്ലല്ലോ? ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കാം. അല്ല, ചാനലിന്റെ പേര് നിന്റെ പാവാടയും അവിടെ മധുരണ്ണാനും. പൈസ കൊടുത്ത് മേടിച്ചു കൊടുക്കുമല്ലോ. ആർക്ക് കൊടുക്കുന്നു? രണ്ടുപേരെ പഴം കോമഡിയും കൊള്ളാം. പഴം കോമഡി കൊള്ളാം. പഴം കോമഡി അല്ല, പഴയ കോമഡി. ആ കോമഡി കൊള്ളാം. പുതിയ കസറുന്നുണ്ടല്ലോ ശശാങ്ക. അതെ, ഡോക്ടറെ ഒന്ന് പോയി കാണണം. ക്യാബേജ് കറക്റ്റ് കൈകിട്ട് അല്ല, ഇപ്പൊ ഇനി വേണേ ഡോക്ടറെ പോയി കാണാലോ. വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഞാൻ ഡോക്ടറെ പോയി കണ്ടുവരും. ഞാൻ വന്നപ്പോഴാണ് ആ സാറ്റർഡേ കൗണ്ടർ അടിച്ചത്. കഴിച്ചിട്ട് അഭിപ്രായം. അവൻ പിന്നെ എന്തും തിന്നും. അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് അവരവർ ചെയ്യും. അല്ല, നമ്മൾ തെറ്റി പറയരുത്. കാരണം അവരെ ബുദ്ധിക്കനുസരിച്ച് അവർ ചെയ്യുന്നത്. അവര് രസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണല്ലേ കറക്റ്റ്. അല്ല, ഇവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. കൃത്യമായിട്ട് അവള് കണ്ടാ അടിയിൽ പിടിക്കാൻ നോക്കണം. കാരണം അടിയിൽ അടുപ്പില്ലല്ലോ. എന്നിട്ട് ഒരു എക്സ്ട്രാ എക്സ്പ്രഷനൊക്കെ ഇട്ട് കേട്ടോ. ഇങ്ങനെ ചൂടത്തിഞ്ഞ് മാറിയൊക്കെ അടുപ്പില്ലാതെ. കുറ്റം പറയരുത്. അതും രസിപ്പിക്കാനുള്ള ഒരു ശ്രമം. അവൾ അടിക്കും. ഇത് രസമല്ലേ? അതെ,
ചേച്ചി ഈ രസം കൂട്ടിട്ട് ഒരു രസവും ഇല്ലല്ലോ. പിടിച്ച് എണ്ണക്കകത്ത് മുക്കണം. അസീസേ, ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക ഒരൊറ്റ മനുഷ്യർ എന്റെ അടുത്തുണ്ടോ നോക്കി. ഇല്ല ഇല്ല അങ്ങനെ വരില്ല. പഴത്തിന്റെ അടുത്ത് മറ്റൊരു പഴം നിൽക്കും. അയ്യോ എന്റെ കറി. അയ്യോ ഈ കറിയുടെ അളവ് കൂടുതൽ വരുവാണ് കേട്ടോ. എല്ലാരും വന്ന് പറക്കിയിടുവാണ്. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ആരും ശ്രദ്ധിക്കാതെ പോയ ചില കലാപരിപാടികളോടുണ്ട്. ഒരു അച്ഛൻ ഒരു മോക്ക് പാചകം പറഞ്ഞു കൊടുക്കുന്ന ചെറിയ കലാപരിപാടി. അത് അവസാനം ഞങ്ങൾ ഉണ്ടാക്കിയ കറി മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഉണ്ടാക്കിട്ടോ. മനസ്സിൽ ധ്യാനിച്ച് സദ്യയുടെ മാറ്റി വിട്ടാൻ വേണ്ടിട്ടേ ഒരു ഓണപ്പാട്ട് എല്ലാവർക്കും കൂടെ പാടിയിട്ട് ചക്ക 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 എന്ന് പറഞ്ഞ് പെട്ടെന്നാക്കിയാലോ. സദ്യപ്പാട്ട് പാടാം. സദ്യപ്പാട്ട് നിങ്ങൾ പാടി, ഞങ്ങൾ ഏറ്റുപിടിക്കാം. ഇഞ്ചിക്കറിയുടെ സ്വാധീനമല്ല, ഇഞ്ചിക്കറിയുടെ സ്വാധീനമല്ല, നെഞ്ചിൽ കൈ തൊട്ടൊന്നു പറഞ്ഞ്, നെഞ്ചിൽ കൈ തൊട്ടൊന്നു പറഞ്ഞ്, വേറൊരു കറി വേറുണ്ടോ കൂട്ടാൻ ഇഞ്ചിക്കറി തൊട്ട്. കാളന്നോലന്നുപ്പേരി കൊണ്ടാട്ടം പുളിശ്ശേരി, കാളന്നോലന്നുപ്പേരി കൊണ്ടാട്ടം പുളിശ്ശേരി. പായസമാണേ പലതും ഉണ്ട്, പായസമാണേ പലതും ഉണ്ട്, ചെറുപയറിൻ കാമ്പുണ്ട് വിട്ടൊരു വഞ്ചാരപ്രഥമൻ. കാളന്നോലന്നുപ്പേരി കൊണ്ടാട്ടം പുളിശ്ശേരി, 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 കാളന്നോലന്നുപ്പേരി കൊണ്ടാട്ടം പുളിശ്ശേരി. അതെ, ഊണ് റെഡിയായ? ഊണ് റെഡി ആയിട്ടില്ല. ഊണ് റെഡി ആവാൻ രണ്ടുമൂന്ന് കറികൾ കൂടെ വരണം. ഹലോ, അത് ടീമാണ് പറഞ്ഞത് തെറ്റിയതാണ്. നിനക്ക് നിന്റെ കാര്യമുള്ളോ ഓർമ്മ? ഞാൻ ശരിക്കും ഊണ് കഴിക്കാൻ വേണ്ടി വന്നേ, എനിക്ക് ഊണ് വേണം. അത്തപ്പൂക്കളത്തിൽ കയറി അവിടെ നഖത്തിന്റെ വിരല് ഞാൻ ഊരിയെടുക്കും. ഓക്കെ,